മുമ്പ് ശ്രീരാജൻ നോക്കൂ, ഈ MP ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുണ്ട്. ഒരു ഭാഗത്ത് മൈനോറിറ്റി വോട്ട് ബാങ്ക് കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. കർഷകർക്കെതിരെ വന്യജീവി ആക്രമണം, മൈക്ക് ശരിയാണ് സാർ, കർഷകർക്കെതിരെ വന്യജീവി ആക്രമണം വളരെ ശക്തമായി നടക്കുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല, അനങ്ങുന്നില്ല. ഇതൊക്കെ ഇരു മുന്നണികളും പറയുന്നു. ഇവിടെ എവിടെയാണ് സംഗീത വിശ്വനാഥനൊരു ചാൻസ് കിട്ടുക? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സത്യത്തിൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം, NDAയുടെ രാഷ്ട്രീയം. ഇവിടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല. രണ്ട് MP മാരുടെ, മുൻ MP ഇപ്പോഴത്തെ MP വ്യക്തിപരമായി വിലയിരുത്തേണ്ട കാര്യമില്ല. അവർക്ക് വ്യക്തിപരമായ കഴിവുകളുണ്ട്. പക്ഷേ അതിനെ ബേസ് ചെയ്തല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇടുക്കി MP, ഇപ്പോഴത്തെ സിറ്റിംഗ് MP, ആ MPക്ക് മുമ്പ് നമ്മുടെ MP മാരുണ്ടായിരുന്നു. 1977 ഇന്ത്യയുടെ കരുത്തനായ CM സ്റ്റീഫൻ, പാലാക്കായ മാത്യു, PC ചാക്കോ, 1.5 ലക്ഷം വോട്ടിലധികം ഭൂരിപക്ഷം PJ കുര്യൻ അടക്കമുള്ള കോൺഗ്രസിന്റെ MP മാരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പരാജയപ്പെട്ട കഴിവുകെട്ട MP-യാണ് ഇപ്പോഴത്തെ ഡീൻ കുര്യാക്കോസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിന്നെ ഇവർ രണ്ടുപേരും അവകാശപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ ജില്ലയിൽ കാര്യം നടന്നിട്ടുണ്ടത്. ജില്ലയിൽ 10 വർഷം ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം പറയാനുള്ള രാഷ്ട്രീയ മര്യാദ എൻ്റെ സുഹൃത്തുക്കൾ കാണിക്കണം. അവരുടെ ആ കേന്ദ്ര ഗവൺമെന്റ്, നിതിൻ ഗഡ്കരി, ഇവിടെ ആളുകൾ മൂന്നാറിന്റെ വെളിയിൽ നിന്ന് കേരളത്തിന്റെ പല പ്രദേശത്തും വന്ന ആളുകൾ സെൽഫി എടുക്കാൻ വരുന്നത് നിതിൻ ഗഡ്കരിയുടെ മൂന്നാർ ബോഡിമെട്രോ റോഡിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാൻ വരുന്നതാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാര്യം പറയരുത്, മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷം ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് അനുകൂലമായ ഒട്ടേറെ കാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ബഹുമാനായ നമ്മുടെ കോൺഗ്രസ് നേതാവ് ശ്രീ അനശ്വരനായ അല്ലെങ്കിൽ അന്തരിച്ച ശ്രീ PT തോമസ്, അദ്ദേഹത്തെ മരിച്ചപ്പോൾ കുറ്റം പറഞ്ഞല്ല. അദ്ദേഹം MP ആയതിന്റെ സന്ദർഭത്തിൽ 5 വർഷം ഞങ്ങൾ ഒന്നിച്ച് മത്സരിച്ചാണ്. അദ്ദേഹം തീമഴയാണ് ഇടുക്കിക്ക് നൽകിയത്, മനസ്സിലായോ? മാധവ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ ഡിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിൽ തീമഴയാണ് പെയ്തത്. അതിന്റെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു. അതിന്റെ ആത്മാവായി അച്യുതണ്ടായി പ്രവർത്തിച്ചത് ഇടുക്കി രൂപത പിതാവായിട്ടുള്ള മാർ ആനിക്കുഴിക്കാരനാണ്. അദ്ദേഹം കാലം ചെയ്തു പോയി. അദ്ദേഹത്തിന്റെ ഒക്കെ മേൽനോട്ടത്തിലാണ് വലിയ സമരം നടന്നത്. അതിന്റെ പ്രോഡക്റ്റാണ് ജോയ്സ് ജോർജ്. അദ്ദേഹം പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഭയം തേടി എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ തീമഴയുടെ കാര്യത്തിൽ അക്കാലത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയ സമരമൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ആശങ്ക ചെയ്യേണ്ട. 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരും. കസ്തൂരി രംഗൻ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഞങ്ങളെടുത്ത് തൂരക്കളയെന്ന് പറഞ്ഞു. കളഞ്ഞോ? നിങ്ങൾ പറയാം, കളഞ്ഞു. എവിടെയാണ്? 123 വില്ലേജുകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള റിപ്പോർട്ട് കേരള ഗവൺമെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുത്താൽ ഇടുക്കിയിലെ കൃഷിക്കാർക്ക് 120 വില്ലേജുകൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ടൊരു കാര്യം, ബഫർ സോണുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക UDF LDF വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. ആ പ്രക്ഷോഭം നടത്തിയ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്തത്? കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി വിധിയായിരുന്നു ബഫർ സോണിന്റെ ദൂരം സംബന്ധിച്ച്. ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ കേരളത്തിലെ ബിഷപ്പുമാര്, രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം നമ്മുടെ മന്ത്രിമാരെ വന്ന് കണ്ട് കേന്ദ്ര സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ അഫിഡവിറ്റ് കൊടുത്ത് ആ ആശങ്കയും പരിഹരിച്ചു. മനസ്സിലായോ? ഏറ്റവും അവസാനം ചെയ്ത ഒരു കാര്യം കൂടി പറയാ. ഇവിടെ 1958 മുതൽ ഗൗരിയമ്മ പട്ടയം കൊടുത്ത അന്ന് മുതൽ പട്ടയം എന്ന് നടക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട തടസ്സം 1980 വനനിയമമായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, 2023 ഡിസംബറിൽ കേന്ദ്രം ഒരു സുപ്രധാനമായ നിയമം കൊണ്ടുവന്നു, കേന്ദ്ര വന സംരക്ഷണ ഭേദഗതി നിയമം. അന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ആ ചർച്ചയിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയായിരുന്നു ചെയ്തത്. മനസ്സിലായോ? ആ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1996 ഡിസംബർ 28 മുമ്പ് ഈ ഭൂമിയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാള്, അവരുടെ കൈവശം ഈ ഭൂമി ഉണ്ടായിരുന്നു എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും റെക്കോർഡോ അവിടെയുള്ള വൃക്ഷങ്ങളുടെ മരമോ നോക്കി നിശ്ചയിച്ചാൽ ആ ഭൂമി ഇനി വനം വകുപ്പിന് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ സ്വന്തം ഭൂമിയാണെന്ന നിയമ ഭേദഗതിയാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ വരാം. പക്ഷെ അപ്പോഴും എന്റെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവനുണ്ടായിട്ട് വേണമല്ലോ സ്വന്തം ഭൂമി കിടന്നുറങ്ങാൻ. ഈ വന്യജീവി ആക്രമണം നേരിടുന്നതിന് വന്യജീവി നിയമം 1972 തടസ്സമായിരിക്കെ അത് ഭേദഗതി ചെയ്യാൻ സർക്കാർ എന്താ ബുദ്ധിമുട്ട്? ഒരു സംസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ രണ്ട് സുഹൃത്തുക്കളുടെ പാർട്ടിയുടെ കേരളം മാറി ഭരിച്ചു. കേരളത്തിന്റെ നിയമമല്ല, അത് കേന്ദ്ര നിയമമാണ്. ഞാൻ പറഞ്ഞു ഡോക്ടർ അരുൺ, കേന്ദ്ര നിയമം എന്തുകൊണ്ടും മാറ്റാൻ പറ്റുന്നില്ല. നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കുന്നതല്ലേ ഭൂമേന്ദ്ര യാദവ് ഒന്ന് പോകുന്നു. അരുൺ തോക്കിൽ കയറി വെടിവെക്കാതെ ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഈ സംസ്ഥാന ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് ആവശ്യപ്പെടണം. മറ്റൊരു കാര്യം, ഇപ്പോഴും
ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന, ജനങ്ങളെ കൊല്ലുന്ന അക്രമകാരിയായിട്ടുള്ള ഈ ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട്. ഇല്ല, കേരളത്തിലെ പക്ഷേ അത് എങ്ങനെ സർട്ടിഫൈ ചെയ്തെടുക്കും? അത് എങ്ങനെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തീരുമാനിക്കുക? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിലാണ് അരുൺ, ഞാൻ പറഞ്ഞുതരാം. ഇതേ നിയമം രാജ്യമെമ്പാടും ഉണ്ട്. കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിക്കാർ, അത് വലിയ കാർഷിക ഭൂമിയാണ് കർണാടകം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശല്യമായിരുന്നു മയിലുകൾ വന്ന് ഓടി വന്ന് എല്ലാ ഫലഭൂയിഷ്ടമായ ഫലങ്ങളും നശിപ്പിക്കുക. കോൺഗ്രസ് ഗവൺമെന്റ് സമയത്താ, ഇതേ കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുമ്പോഴാ അവർ മന്ത്രിമാർ പോയി കണ്ട് മനസ്സിലായോ ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ മുഴുവൻ മയിലുകളെയും ആത്മീയമായ പരിവേഷമുള്ള ഭഗവാന്റെ വാഹനമായ ആ മയിലുകളെ കർണാടകത്തിൽ വെടിവെച്ചു കൊന്നതാണ് മോദിയുടെ സർക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ഇടുക്കിയിലും വയനാട്ടിലും ആ മോദി സർക്കാരിന്റെ പ്രവർത്തനം കാണുന്നില്ല? അല്ല, അത് പിണറായി വിജയൻ നട്ടല് വേണം. പിണറായി വിജയൻ നട്ടല് വേണം. മോദി സർക്കാർ ഉത്തരവിടാൻ പിണറായി സർക്കാരിന്റെ നട്ടല്, മോദി സർക്കാരിന് ഉത്തരവിടാൻ പിണറായി സർക്കാരിന് നട്ടല്ല. കേന്ദ്ര വനം വകുപ്പ് മന്ത്രി വന്ന് പറയുകയും ഒരു ഓർഡിനൻസ് കൂടി പുറത്തിറക്കിയ പശ്ചാത്തലത്തിലെ 10 ലക്ഷം രൂപ കൊടുത്തത് 54 പേര് ശാന്തമ്പാറയിൽ മരിച്ചു വീണിട്ടുണ്ട്. ആന കുത്തി, മനസ്സിലായോ? 10 ലക്ഷം രൂപ കൊടുത്തത് ഇപ്പോഴല്ലേ മനസ്സിലായത്? കേന്ദ്ര ഫണ്ടിൽ നിന്ന് LDF ഗവൺമെന്റ് 5 പൈസ കൊടുത്തിട്ടില്ല. ശരി, മറുപടി